ഹായ് ഗായ്സ്, പ്രിയ ജോജി വ്ലോഗ്സ് എന്ന നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഫാമിലി ട്രിപ്പാണ് കേട്ടോ. ന്യൂസിലൻഡിൽ വന്ന കാലം മുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു അത്ഭുതത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഹാമിൽട്ടൺ അടുത്തുള്ള വൈറ്റോമോ കേവ്സ്. ഗ്ലോ വേംസ്, അതായത് മിന്നാമിനിങ്ങിൻ്റെ, അതായത് ആയിരക്കണക്കിന് എണ്ണ ഇങ്ങനെ ഇരുട്ടിനുള്ള ഒരു നക്ഷത്രം പോലെ തിളങ്ങുമായിരുന്നു. ഏതോ ഒരു മായാജാലത്തിലൂടെയൊക്കെ പോകുന്ന പോലെ ഒരു അനുഭവമാണ് ഇത് കണ്ടപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ പുറപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി എല്ലാവരെയും മക്കളെ എല്ലാവരും ബാക്കിൽ സെറ്റ് ചെയ്തു. പില്ലോയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടോടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡിക്സിയുടെയും ഷൈൻ്റെയും വീടിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ്. അവരും ഒരുങ്ങി കഴിഞ്ഞ് മോളെയൊക്കെ ഒരുക്കി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ ഒരു ട്രിപ്പിനെ. കാരണം എപ്പോഴും ജോലിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പിന് ഞങ്ങൾ അങ്ങേയറ്റത്തെയുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ അവിടുന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നു. കുഞ്ഞുമോള് വന്നു. ഇനി അങ്ങനെ എല്ലാവരും കൂടെ വൈറ്റോമോ കേവ്സ് എന്നുള്ളത് ന്യൂസിലൻഡിൽ വന്നപ്പോൾ മുതലേ നമ്മൾ കാണണമെന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 days ട്രിപ്പ് എന്താണേലും വിത്ത് ബാഗും ഇതും എല്ലാം ആയിട്ടപ്പോൾ ഞങ്ങൾ റെഡിയാണ്. പ്രവാസികളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വീടും നാടും സിബ്ലിങ്സിനെ ഒക്കെ വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് നല്ല നല്ല ഫ്രണ്ട്സും ഫാമിലി ഒക്കെ കിട്ടുമെന്നുള്ളത്. അതേപോലെ ഞങ്ങളുടെ ഒരു അനിയത്തിക്കുട്ടിയും കുടുംബമാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. സത്യം പറഞ്ഞാൽ ക്യാമറ മാറ്റാനേ തോന്നില്ല, അതേപോലെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊക്കെ കാണാനായിട്ടും അല്ലെങ്കിൽ ആ ക്യാമറയ്ക്കകത്ത് അതൊക്കെ നോക്കുമ്പോഴും അല്ലാതെ സ്ട്രെയിറ്റ് കാണുമ്പോഴും ഒക്കെ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അപ്പം ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്ത അന്ന് മുതൽ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസും അവർ പോകുന്ന സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു, ഞാൻ എത്തിക്കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയപ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്, അവർക്ക് വേണ്ടിയും കൂടാണ് ഈ വീഡിയോ. അപ്പം നാട്ടിലുള്ള എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനും, നാട്ടിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തുമുള്ള ഞങ്ങൾ നേഴ്സുമാർ പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, അയർലൻഡിലും UK-ലും ഓസ്ട്രേലിയയിലും അങ്ങനെ എല്ലായിടത്തുമുള്ള എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും, പ്രത്യേകിച്ച് നാട്ടിലും ഉള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ന്യൂസിലൻഡിലെ നമ്മുടെ ട്രിപ്പിൻ്റെ ഈ ഒരു വ്ളോഗ്സ് ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന ന്യൂ പ്ലൈമൗത്തിൽ നിന്ന് ഏകദേശം ഹാമിൽട്ടണിലേക്ക് ഒരു 3 to 4 hours ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദൂരം ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പിള്ളേരാകെ ടയേർഡാകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള ടീക്കുറ്റി എന്നൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇച്ചിരി കോഫിയും പിള്ളേരെയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ വയറൊന്ന് വിശപ്പടക്കിയാൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. അവിടെ എത്തി ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെ ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാമിൽട്ടൺ വൈറ്റോമോ കേവ്സ് എന്ന ബോർഡ് ഞങ്ങൾ കണ്ടു. അപ്പം ഒരുപാട് എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് പോകാനും അവിടുത്തെ ആ ഒരു കാഴ്ച കാണാനായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകാം. കുട്ടീസിനായിട്ട് ഇവിടെ ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ കേവിനകത്തൂടി പോകുമ്പോഴത്തേന് എന്തെങ്കിലും അപകടം ഒക്കെ ഒഴിവാക്കാനായിട്ട് അവർക്ക് മാത്രമായിട്ട്. രണ്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ അവർ തന്നു. അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഈ ഗ്ലോ വേംസിൻ്റെ വീഡിയോ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെ എക്സാക്ട്ലി എങ്ങനെയാണോ അത് തന്നെയായിരുന്നു അകത്ത്. ഗ്ലോ വേംസ് മിന്നാമിനുങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു അത്ഭുതമായിരുന്നു.
ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗ്ലോബം കേവ്സുകളിൽ ഒന്നായിട്ടുള്ള ഇവിടെ ന്യൂസിലൻഡിൽ മാത്രം കാണപ്പെടുന്ന അരാക്നോ ക്യാമ്പ ലൂമിനോസ എന്ന ഒരു ഇനം, അതായത് ആ തരത്തിലുള്ള ഒരു മിന്നാമിനുങ്ങിൻ്റെ ഇനമാണ്. ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിൽ ഇങ്ങനെ നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ആ ഒരു കേവിനകത്തൂടെ ആ ഒരു ബോട്ടിൽ പോകുമ്പോൾ ഏതോ ഒരു മായാലോകത്തിലൂടെ ഇങ്ങനെ പോകുന്ന പോലെ നമുക്ക് തോന്നും. അത് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. മനസ്സിനൊക്കെ അതേപോലെ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ സ്വർഗത്തിലൂടെയൊക്കെ പോകുന്ന പോലെ തോന്നും. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ അവർ നമ്മളെ വീഡിയോ ചെയ്യാനായിട്ട് അലൗ ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് ഇത് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉള്ള വീഡിയോസാണ്. നമ്മളിപ്പോൾ ഈ ഒരു എക്സിറ്റ് പോയിന്റിലേക്ക് കൊണ്ടെടുക്കുകയാണ്. വളരെ സേഫായിരുന്നു, വളരെ മനോഹരമായിരുന്നു. അകത്തെ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമായിട്ട് തോന്നി. പിള്ളേർക്കും അതുപോലെ വന്ന എല്ലാവർക്കും ആ മേളിലുള്ള മിന്നാമിനിങ്ങിനെയൊക്കെ അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും കൂട്ടത്തോടെ കണ്ടിട്ടില്ല. ഈ ഒരു സ്ഥലം മനോഹരമാണെന്നും ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ടൂർ ഗൈഡ് അവിടെ സ്പെഷ്യലായിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊക്കെ കേട്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു. അവിടുത്തെ കല്ലുകളും അവിടുത്തെ ഓരോരോ കാര്യങ്ങളും ഒക്കെ കണ്ടപ്പം എർത്ത് ക്വേക്ക് വന്നാൽ പോലും സേഫാണ് എന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെളിയിൽ വന്നു. ഇനി നമ്മൾ എക്സിറ്റ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഈ സ്ഥലമൊക്കെ ഏതോ ഒരു കാടിനകത്തൂടെ ഇങ്ങനെ പോകുന്ന പോലെയല്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു. എനിക്ക് ഏത് സ്ഥലത്തോട്ട് ക്യാമറ ചെയ്യണമെന്നേ അറിയത്തില്ലായിരുന്നു. സ്റ്റെപ്പിലേക്കാണോ അതോ മരങ്ങളിലേക്കാണോ കേവിൻ്റെ ബാക്കിലേക്കാണോ എന്താണെങ്കിലും ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ് എല്ലാവർക്കും. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വന്നിട്ട് നമുക്ക് ലൈഫിൽ ഇടയ്ക്കൊന്ന് പോയൊക്കെ ഒന്ന് കാണാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. അപ്പം ഞങ്ങളിതാ എക്സിറ്റ് പോയിന്റിലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ ഊരി വെച്ചു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പല ബാച്ചായിട്ടായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എക്സിറ്റ് പോയിന്റിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു. ഫെസ്റ്റീവ് സീസണൊക്കെ കഴിഞ്ഞെങ്കിലും സ്റ്റിൽ ക്രിസ്മസിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വിസിറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് എല്ലാം ഒന്നുകൂടെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇനി റൂമിലേക്ക് പോവുകയാണ്. കാരണം പിള്ളേരെയും കൊണ്ട് ഫാമിലി ട്രിപ്പിനൊക്കെ പോകുന്നവർക്കറിയാം, സൈഡിലൊരു തലേണയും കുറച്ച് വാട്ടർ ബോട്ടിലുകളും കുറച്ച് ഫുഡും അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഹാമിൽട്ടണിൽ തന്നെയാണ് ഇന്ന് സ്റ്റേ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മോട്ടലിലേക്ക് പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇതേപോലൊരു മനോഹരമായിട്ടുള്ള മഴവില്ല് കണ്ടു. അതിൻ്റെയും അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ട് നമ്മൾ ഹൈഗേറ്റ് മോട്ടോർ ലോഡ്ജിലാണ് ഇന്ന് റൂം എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഹാമിൽട്ടണിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു മോട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് നോക്കാം. നമ്മളിവിടോട്ട് എത്തും. അപ്പോൾ ആമിക്ക് ഇതേ കിടക്കുകയും ചെയ്യാം. അതും അവിടെ റൂമൊക്കെ തന്നെ വന്നിട്ട് നല്ല ക്ലീനും അതേപോലെ തന്നെ നല്ല അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിരുന്നു. നമുക്ക് 2 റൂമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം പിള്ളേർ ഹാപ്പി ആയിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മളും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. ഹാമിൽട്ടണിൽ വരുമ്പോൾ എപ്പോഴും കയറുന്ന ഒരു റെസ്റ്റോറൻ്റാണ് സോൾട്ട് മാംഗോ ട്രീ. അങ്ങനെ അവിടെ വൈകുന്നേരം പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി. ചെറിയ തണുപ്പും ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു വൈറ്റോമോ കേവ്സ് കണ്ടതിൻ്റെ. അപ്പോൾ നമ്മൾ സോൾട്ട് മാംഗോ ട്രീയിലെത്തി. കുട്ടീസും ആകെ വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് പോർക്കോ അല്ലെങ്കിൽ ബീഫോ പൊറോട്ട അതേപോലെ ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തൊക്കെയോ ഓർഡർ ചെയ്തു, എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞാനീ പോകുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിൽ അല്ല ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതാണ് അന്നത്തെ ആ നൈറ്റുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കുറേ പാട്ടുകളും അല്ലെ നമ്മുടെ കുറേ കളികൾ തമാശകൾ അങ്ങനെ ഡ്യൂട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്കിങ് പിള്ളേർ അതെല്ലാം മറന്നുകൊണ്ടുള്ള നമ്മുടെ കുറച്ച് മൊമെൻറ്റ്സാണിത്. അതൊക്കെ ലൈഫിൽ നമ്മൾ ശരിക്കും അത് എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ കാണും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം പാട്ടും ഡാൻസും അതേപോലെ തന്നെ കുറേ കഥകളും കുറേ വിശേഷങ്ങളും നാട്ടിലെ കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് അന്നത്തെ രാത്രി മുഴുവൻ ഞങ്ങൾ കുറേ സംസാരിച്ചു. പിള്ളേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു.
അപ്പോൾ ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കിടക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ദാ രാവിലെ ആയി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. ഇനി നമ്മൾ അടുത്തത് ഹാമിൽട്ടണിൽ നിന്ന് സ്ട്രെയിറ്റ് ഓക്ലൻഡിലേക്ക് പോവുകയാണ്. ഇനിയുണ്ട് ഇവിടുന്ന് ഒരു 1 to 2 hours ജേർണി ഉണ്ട്. അപ്പോൾ അടുത്ത ആ ഒരു ട്രിപ്പിന് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഹാമിൽട്ടണിൽ നമ്മൾ വിടുകയാണ്. അടുത്ത ഓക്ലൻഡിലുള്ള പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബായ്.